Hello friends, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം. കുറേ ബട്ടർ ഒക്കെ ആയിട്ട്. ഇത് വളരെ ഫേമസ് ഡിഷാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. ബട്ടർ ചിക്കൻ. അപ്പോൾ മമ്മിന്റെ സ്റ്റൈലിൽ ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മമ്മിനോട് തന്നെ ചോദിക്കാം. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കനാണിത്. ഇതിങ്ങനെ മീഡിയം സൈസായിട്ട് പീസാക്കി എടുക്കണം. 3/4 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിൽ ആവശ്യമുള്ളത്. 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1.5 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 നുള്ള് ടൊമാറ്റോ റെഡ് കളറാണ്. കളർ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ഇടണ്ട, സ്കിപ്പ് ചെയ്താൽ മതി. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് തൈര്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മുളക് പൊടി, ഉപ്പ്, കളർ എല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കന് ഈ മസാലയൊക്കെ നന്നായിട്ട് യോജിച്ചു കൊടുക്കണം. ചിക്കൻ നന്നായിട്ട് മസാലയിൽ കോട്ടായതിനു ശേഷം ഇത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 1-1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യമുള്ളത് ഒരു വലിയ സൈസ് സവാളയാണ്. ഇതിങ്ങനെ ഒന്ന് റഫ്ലി കട്ട് ചെയ്തെടുക്കണം. 3-4 മീഡിയം സൈസ് തക്കാളി, ഇത് ഇങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. 10-15 അണ്ടിപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 3-4 ഏലക്ക. ഇനി ഇതെല്ലാം വേറെ വേറെ ആയിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഉള്ളി അരിഞ്ഞിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും ഏലക്കയും കസൂരി മേത്തിയും എല്ലാം കൂടിയിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ക്രീമാണ്. ഇത് 1/2 കപ്പ് ക്രീമാണ്. 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ബട്ടർ. ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചിക്കൻ ഒന്ന് പകുതി മുക്കാൽ കുക്കാണ് വരെ ഇത് വഴറ്റിയെടുക്കണം. ചിക്കനൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വരുന്ന വരെ നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം. ഞങ്ങളിത് സൈഡ് ബൈ സൈഡാണ് ചെയ്യുന്നത്. അപ്പോൾ മസാല റെഡി ആവണ വരെ ചിക്കനും റെഡി ആയിരിക്കും. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ ബട്ടർ ചിക്കൻ അല്ലേ, അപ്പോൾ ബട്ടർ എന്തായാലും വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. തീ ഇപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. ബട്ടർ കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ ചിക്കനും ശ്രദ്ധിക്കണം. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും വേണം. ഇനി ഈ ഭാഗത്ത് സവാളൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറിയിട്ട് എണ്ണയൊക്കെ പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പച്ചച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കണം. കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകപ്പൊടി. ഗരം മസാല ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗരം മസാല ലാസ്റ്റിലാണ് ഇടേണ്ടത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ജീരകം മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. തക്കാളി അരച്ചത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതും മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ നമുക്ക് തക്കാളി വഴറ്റിയെടുക്കണം.
ചിക്കനിൽ ഇങ്ങനെ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളി നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം തക്കാളിയും ചിക്കനും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെയാണ് വഴറ്റിയെടുക്കേണ്ടത്. മസാലയും ചിക്കനെല്ലാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ചിക്കന് വേവണ വരെ വേവിച്ചെടുക്കണം. വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് ബോയിലാവാൻ തുടങ്ങിയാൽ ഒന്ന് ഗ്യാസ് ലോ ആക്കിയിട്ട് ഇത് 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കസൂരി മേത്തി, അണ്ടിപ്പരിപ്പ്, ഏലക്ക അരച്ച് വെച്ച പേസ്റ്റും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബട്ടറിലൊക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് കുറച്ച് നേരം വഴറ്റിയെടുക്കാൻ. ഇങ്ങനെ തിളക്കാൻ തുടങ്ങിയാൽ ഇതിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. ഫുൾ ക്രീം എടുക്കണ ആവശ്യമില്ല. കുറച്ച് നമുക്ക് ലാസ്റ്റ് ഗാർണിഷിങ് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ബാക്കി വെക്കണം. ഇതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് 2 മിനിറ്റ് വഴറ്റിയെടുക്കണം. കളറൊക്കെ മാറിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതൊരു നല്ല അടിപൊളി കറിയാണ്. പൊറോട്ടക്ക്, നെയ്ച്ചോറിന്, ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.